അവിടെ മഴയുണ്ടോ? ഇല്ല ഇപ്പോൾ ഇല്ല. ഇന്ന് പെയ്തിട്ടേ ഇല്ല. നല്ല വെയിലുണ്ടായിരുന്നു ഇടയ്ക്ക്. അതുകൊണ്ട് ഇന്ന് വണ്ടിയുടെ ഒക്കെ പുറകെ ഓടാൻ പറ്റി. ചേച്ചി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. എന്റെ കമ്മൽ എങ്ങനെയുണ്ട്? നല്ലതാണോ? ഞാൻ മാറ്റി വേറെ കമ്മലാക്കി. നൈസ് ഇയറിംഗ്സ്. താങ്ക് യു. അവളതാ ശ്രദ്ധിക്കുന്നത്. എനിക്കറിയാൻ പറയുന്നത്. മുഹമ്മദ് ഷാഹില് നിങ്ങൾ ശരി ഉടുത്ത് വരുമോ? സാരി ഉടുത്ത് വരുമോ? നിങ്ങള് സാരി നല്ല മാച്ചാണ് കാണാൻ ആഗ്രഹം. സാരി മാച്ചല്ല, ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു തവണ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതോടൊരു കാര്യം ഞാൻ ഇനി ഉടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. സാരി ഉടുത്ത് വരാമോ നോക്കാം, പക്ഷെ സാരി മാച്ചല്ല കേട്ടോ. കാണാൻ ഭയങ്കര നിങ്ങൾ പറയും മേലെ ഉടുത്തേക്കരുതെന്ന് പറയും. അതുപോലെ മോശമായിരിക്കും സാരി എടുത്തു കഴിഞ്ഞാല്. സാരി എടുത്തിട്ട് ഒരു നമുക്ക് ലൈവിലോ വീഡിയോയിലോ ഒക്കെ വരാം, പക്ഷെ അല്ലെ ഒരു പ്രാവശ്യം വരാം, പക്ഷെ മാച്ചല്ല കേട്ടോ, മാച്ചല്ല. ഹായ് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി അല്ല, ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ് എന്ന് പറയാവുള്ളൂ. ഞങ്ങള് ചേച്ചിയെ ഡ്രസ് ഒരു മോഡലാണല്ലോ. വെറൈറ്റി വേണ്ടി നമുക്ക് എല്ലാവരെ പോലെ ഇരിക്കുന്ന ശരിയാവില്ലല്ലോ. ക്ലാസ് ഇല്ല, നെക്സ്റ്റ് മന്തേ ഉള്ളൂ. അതെയോ? ക്രിസ്മസിന്റെ അവധി എങ്ങനെയാണോ? രഞ്ജിത്ത് മാർക്കും പറ്റുന്നു. എന്ത് പറ്റി? വിനിതാക്ക് ഹായ് ചേച്ചി ചേട്ടാ ഞാൻ വന്നേ. ഹായ് വിനിത. രാജകുമാരൻ 116 ലൈക്ക് എന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു എന്താണ് കേരള യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നപ്പോ എല്ലാവരും ലൈക്ക് അടിച്ചതാണ്. ലിൻസിസം ചേച്ചി, ഞാൻ വേറെ ലൈവിൽ പോയപ്പോൾ കുറെ ചൊറിയന്മാർ വന്നു, എന്നിട്ട് പറയുക ഞാൻ ഫേക്ക് ആന്നത്രേ കൊടുത്തു ഞാൻ. പിന്നെ മുഹമ്മദ് ഷാഹില് പറയാണ് ശരി, സാരി ഇല്ലാഞ്ഞിട്ടാണോ? ആണെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. സാരി ഉണ്ട്, സാരിയൊക്കെ ഉണ്ട്, പക്ഷെ സാരി ബ്ലൗസ് ഇല്ല. സാരി ബ്ലൗസ് തയ്പ്പിക്കേണ്ടി വരും പുതിയതായിട്ട്. അത് മാത്രമല്ല, സാരി ഉടുക്കുമ്പോൾ സാരി ഉടുക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ ഉടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് കൊള്ളില്ല. ഈ എന്താ പറയാ, എല്ലാം കൂടി വാരി ഞെറിഞ്ഞ് ഇങ്ങനെ കൊടുത്തു അങ്ങനെ വെച്ചാൽ കൊള്ളില്ല. അത് അതിൻ്റെതായ രസത്തിൽ തന്നെ ഇവിടെയൊക്കെ കുത്തുമ്പോ നല്ല അടിപൊളിയായിട്ട് കുത്തണം, അല്ലെങ്കിൽ ഒരു മേലെ ഉണ്ടാവില്ല. കമ്മൽ സൂപ്പർ. താങ്ക് യു. പെൺകൊച്ചുങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കും അല്ലേ? മക്കളുണ്ട്, ഇപ്പൊ ഇവിടെ ഇല്ല, എല്ലാം പുറത്തു പോയിക്കാം. കമന്റ്സ് വരും ഉറപ്പായും. നമ്മുടെ അഡ്രസ് കൊടുക്കണ്ട ആവശ്യം ഇല്ലല്ലോ. അതെ, കൊരങ്ങന്മാർക്ക് അല്ല, അവർക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ വേറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. നമ്മളെ കുറിച്ചിട്ട് അറിയാം, അത്രയല്ലേ ഉള്ളൂ. മുഹമ്മദ് ഷാഹിൽ പറയാൻ നിങ്ങളുടെ വീട് ഒന്ന് കാണിച്ചു തരാമോ? ഞങ്ങളുടെ വീഡിയോയിലുള്ള എല്ലാം രമ്യയുടെ വീടാണ്. ഇത് രമ്യയുടെ വീടാണ്. ആ കപ്പ ബീഫ് വീഡിയോ, ചെന്റെ അടുക്കള, പായസം പോലും ചെന്റെ അടുക്കള. അതെ, പിന്നെ മധുരക്കിഴങ്ങ് വെച്ചത് രമ്യയുടെ അടുക്കള. ഹാളിൽ വെച്ച് കഴിക്കുന്നു. ഹാളിൽ വെച്ച് കഴിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര മുഴക്കമായിരുന്നു. ആ വീഡിയോ എനിക്ക് അത്ര ക്ലിയർ അല്ലാന്ന് ചില ഫോണിൽ, അതായത് റെഡ്മിയുടെ ഫോണുകളിലൊന്നും ആ സൗണ്ട് അത്ര പിടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചില ഫോണുകളിൽ കുഴപ്പമില്ല. പിന്നെ പറയുന്നുണ്ട് ഇവിടെ മഴ ഇല്ലടാ. ഇവിടെ മഴയുണ്ടോ? ഇല്ല. കുറെ പേര് ചോദിച്ചു മഴയുണ്ടോ, കാണിച്ചു തരാം. ഇതുണ്ടോ? ഒട്ടും മഴയില്ല. അവിടെ മഴയുണ്ടോ? ഇല്ല. ലിൻസിസം ചേച്ചി, പക്ഷേ അതാണ് കുഴപ്പം. അതെ, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നിരുന്നു, ഒറിജിനൽ ആൾക്കാരെ അവര് ഫേക്കാന്ന് പറയും. അതിന്റെ ആവശ്യം എന്താ എനിക്ക് മനസ്സിലായി. ബസ് പോകട്ടാ, ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. അതെ, ബസ് പോകുമ്പോ ബസ് പോയി. ചേച്ചി വീഡിയോസ് ക്ലിയർ ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇല്ലേ? ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾ തിരിച്ചിട്ടോ? ഇപ്പൊ കാണുന്നില്ലേ? ഞങ്ങളെ ഇപ്പൊ കാണുന്നുണ്ടോ?